ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത ഓരോ ഗ്രൂപ്പും കോമൺ ആയിട്ടുള്ള ഒരു നെയിം പറയുന്നു. അവർ പറയുന്ന കോമൺ നെയിം ഉള്ള 5 പേരെ 2 മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1000 രൂപീസ് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് 4 ഗ്രൂപ്പും കോമൺ നെയിം പറഞ്ഞത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, അതെ, ഇത്രയും വലിയ ഹ്യൂജ് ക്രൗഡിനുള്ളിൽ അവർ പറഞ്ഞ കോമൺ നെയിം ഉള്ള മിനിമം 10 പേരെങ്കിലും ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ആ വിശ്വാസം ശരിയായിരുന്നോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചേട്ടന്റെ പേര് അതുലിനാണോ? അതുലിന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ. അതുലിന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഗ്രൂപ്പ് അതുലിനെ തപ്പാൻ ബുദ്ധിമുട്ടുമ്പോ സെക്കൻഡ് ഗ്രൂപ്പ് അഭിരാമിയും തേർഡ് ഗ്രൂപ്പ് അലനെയും ഫോർത്ത് ഗ്രൂപ്പ് ആദിത്യയും കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ആദിത്യന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ആദിത്യന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുറെ നേരത്തെ ഓട്ടത്തിന് ശേഷം തേർഡ് ഗ്രൂപ്പിന് ഒരാളെ കണ്ടെത്താൻ പറ്റി. ബാക്കിയുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അതിലിന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ചേട്ടാ, അതിലിനാണോ പേര്? ഓക്കെ. ടൈം കഴിയാൻ വെറും 1 സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ ഫോർത്ത് ഗ്രൂപ്പിന് ഒരാദ്യത്തെ കണ്ടുപിടിക്കാൻ പറ്റി. ബാക്കിയുള്ള 2 ഗ്രൂപ്പും ടൈം കഴിഞ്ഞ അറിയാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാല് ടീമിനും ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെടുത്തൊരു എഫേർട്ട് എടുത്തു പറയേണ്ട ഒന്നാണ്. എന്നാൽ കഥയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, തേർഡ് ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കാണാനില്ല. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ടീം ആളെ കണ്ടെത്തി. വിൻ ചെയ്യുക എന്നതിനപ്പുറം ഇതുപോലൊരു ഫിസിക്കൽ ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ് വലിയ കാര്യം. അതുകൊണ്ട് തന്നെ 4 ഗ്രൂപ്പിനെയും വെറും കൈയോട് വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ചാലഞ്ച് ചെയ്തപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാലോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ചോക്ലേറ്റ് എടുത്തോ. കൊള്ളായിരുന്നു. അയ്യോ, കൊള്ളാം. അറിയാണ്ട് വന്നു, അഭിരാമി കിട്ടിയില്ല. സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പൊ നമ്മളിവിടെ കൊണ്ട് നിർത്തുന്നില്ല. നമ്മൾ ഇനി ഇങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.